ഈ അടുത്ത സമയത്ത് ഒരു വൈദികൻ ഒരു പുസ്തകം എനിക്ക് വാങ്ങിച്ചു തന്നു. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സഭാപിതാവും എൻ്റെ കാവൽ പിതാവുമായ സ്വർണ്ണനാവുകാരൻ മാർ ഈവാനിയോസിൻ്റെ മാമോദീസായുമായി ബന്ധപ്പെട്ട 12 പ്രസംഗങ്ങൾ അടങ്ങിയ പുസ്തകമാണ്. മാമോദീസ ഏറ്റവർക്കും പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കുന്നവർക്കുമുള്ള വളരെ ശ്രദ്ധേയമായ ഒരു ഗ്രന്ഥമാണ് ഇത്. മലയാളത്തിൽ ഇത് ലഭ്യവുമാണ്. ഞാൻ അതിലെ അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളുടെ ഏതാനും വാചകങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ മാത്രമേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നൽകപ്പെട്ട അങ്കി കൂടുതൽ പ്രകാശിക്കുന്നതിനും യജമാനൻ്റെ ധാരാളമായ പ്രീതി സമ്പാദിക്കുന്നതിനും ഇടയാകട്ടെ. ഇന്നലെ വരെ അൽമായ വേഷമായിരുന്നു. ഇന്നു മുതൽ വൈദിക ജീവിതത്തിൻ്റെ ആദ്യ പടിയുടെ വേഷം നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾക്ക് നൽകപ്പെടുന്ന അങ്കി കൂടുതൽ പ്രകാശിക്കുന്നതിനും യജമാനൻ്റെ ധാരാളമായ പ്രീതി സമ്പാദിക്കുന്നതിനും ഇടയാകണം. നിങ്ങൾക്ക് നൽകപ്പെട്ട ദാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും അത് പരിരക്ഷിക്കുന്നതിലും സൂക്ഷ്മത കാണിക്കുമെങ്കിൽ പരിശുദ്ധാത്മ നൽവരങ്ങൾ ഈ പട്ടാഭിഷേക ശുശ്രൂഷയിലൂടെയും ലഭിക്കുക. ആദ്യപടി മാമോദീസായിലൂടെ ലഭിച്ചു. ഇത് പ്രത്യേക നൽവരമാണ്. ഈ നൽവരങ്ങൾ കൈകാര്യം ചെയ്യണം, പരിരക്ഷിക്കുന്നതിലും സൂക്ഷ്മത കാണിക്കുമെങ്കിൽ കൂടുതൽ വിശേഷ അധികാരം നൽകുന്നതിന് നിങ്ങൾ യോഗ്യരെന്ന് തെളിയിക്കപ്പെടും. എത്ര വ്യക്തമായിട്ടാണ് ഈ പിതാവ് ഈ കാര്യങ്ങൾ പ്രബോധിപ്പിക്കുന്നത്. വീണ്ടും അദ്ദേഹം പറയുന്നു, ഐഹിക കാര്യങ്ങളിൽ പൊതുമേഖലകളിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ അവരുടെ രാജകീയ മുദ്രയുള്ള അങ്കികൾ ധരിക്കുന്നത് വഴി എല്ലാവരുടെയും കണ്ണുകളിൽ വിശ്വസ്തരായി കാണപ്പെടും. രാജകീയ മുദ്രയുള്ള അങ്കി ധരിക്കുന്നവർ ഒരിക്കലും അയോഗ്യമായത് എന്തെങ്കിലും ചെയ്യുകയില്ല. അവർ അതിന് ശ്രമിക്കുമെങ്കിൽ അത് പരാജയമായിരിക്കും. വീണ്ടും അദ്ദേഹം പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നതിന് യോഗ്യനെന്ന് ഗണിക്കപ്പെട്ടവർ ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ നമ്മുടെ ജീവിതത്തിൻ്റെ അച്ചടക്കവും നമ്മിൽ വസിക്കുന്നവൻ്റെ ശക്തിയും എല്ലാവർക്കും തെളിയിച്ച് കാണിക്കും. ഉള്ളിലെ ആത്മാവിൻ്റെ ജ്വലനം, അതുകൊണ്ടുണ്ടാകുന്ന ഒരു അച്ചടക്കം, ഡിസിപ്ലിൻ, അത് പുറകെ നടന്ന് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതല്ല. പരിശുദ്ധാത്മ സംസർഗത്തിൽ പരിശുദ്ധാത്മാവിന് ചെവി കൊടുത്തുകൊണ്ട് മനസാക്ഷിയിൽ ലഭിക്കുന്ന സന്ദേശത്തിൽ അച്ചടക്കവും നമ്മിൽ വസിക്കുന്നവൻ്റെ ശക്തി എല്ലാവർക്കും കാണിച്ചു കൊടുക്കേണ്ടതും ആകുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, കൃത്യതയോടുകൂടി ജീവിതം നയിക്കുന്നതിന് ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. സ്വർണ്ണനാവുകാരൻ ഈവാനിയോസ് 17 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്നാനമേറ്റ് ക്രൈസ്തവ സഭയിലേക്ക് കടന്നു വന്നവരെ സ്നാനത്തിലൂടെ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചവർക്ക്
നൽകുന്ന പ്രത്യേക ഉപദേശങ്ങൾ. മുഴുവൻ വായിക്കാൻ നമുക്ക് സമയമില്ല. കൃതജ്ഞതയോടുകൂടിയ ജീവിതം, ദൈവസന്നിധിയിൽ കൃതജ്ഞതയോടുകൂടിയ ജീവിതം നയിക്കുന്നതിന് ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. ഇത് പറ്റുമെങ്കിൽ സെമിനാരിയിൽ കിട്ടുമായിരിക്കും. വാങ്ങിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവാത്മ നിറവും കൃപയും ഇവർക്ക് സമൃദ്ധിയായി ലഭിക്കേണ്ടതിന് വാത്സല്യമുള്ളവരെ നിങ്ങളും ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക.